ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെ അല്ലേ എല്ലാവർക്കും? എനിക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മളിന്നോട് ഒരു കറുവത്തോണ്ട് ഒരു ഉപ്പേരിയാണ് വെക്കാം. ഇപ്പോൾ അത് മതി. ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഉണ്ട്. അപ്പം ഇന്ന് കുറേ പണിയുണ്ട് മക്കളെ. നാട്ടിലേക്ക് പോയതല്ലേനോ, 2-3 മാസം നാട്ടിൽ നിന്നേ, ആസ്പത്രിൻ്റെ പ്രശ്നമായിട്ട്. അപ്പം ഇനിയിപ്പോൾ ഒരു മാസം ഗ്യാപ്പുണ്ട്. 1 മാസത്തിനുള്ള മരുന്ന് കിട്ടിയിരുന്നു. ഇപ്പോൾ മറ്റ് 15 ദിവസത്തിനുള്ള മരുന്നല്ലേനോ. അപ്പം ഇനി 1 മാസം, ഇനിയിപ്പം മേറാജും കഴിഞ്ഞു. ഇനിയിപ്പോൾ ബറാത്തും നോൽമ്പൊക്കെ ആകുമ്പോൾ നോൽമ്പിന് ഇനി അടുത്ത മരുന്ന് പിന്നെയും പോയി കൊണ്ടുവരണം. അപ്പോൾ പണിയുണ്ട് കുറേ. ഒക്കെ പൊടി പിടിച്ചിട്ടേ. ഇവിടെ സുഖമില്ലാത്തൊരു ഉമ്മയാണ്. അതിനെക്കൊണ്ട് പണിയെടുക്കാനൊന്നും കഴിയൂല. എന്നാലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അതിനിപ്പോൾ ഇനിയിലേറെ സുഖമില്ലാതെ അയക്കണം. അതതിൻ്റെ പാട്ടിൽ നടന്നീനു. അതിന് ഗുളികയും മരുന്നും ഇതൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ പുതിയാപ്പിളക്കാക്കയാണെങ്കിൽ പണി ഉണ്ടാകുമ്പോൾ പണിക്ക് പോകും. അപ്പോൾ പിന്നെ വന്നിട്ട് വേണം വെക്കലും ഉണ്ടാക്കലും അടിച്ചലും തുടക്കലും മോറലൊക്കെ. ഏളച്ചനും പണിക്ക് പോവും. ഓൻ പിന്നെ വരണമെങ്കിൽ നേരം 10 മണിയാവും രാവിലെ പോയാൽ. അപ്പോൾ പെരീത്തെ അടിച്ചലും തുടക്കലൊക്കെ മുന്നിൽ കൂടെ എല്ലാം അങ്ങനെ കജ്ജും. നമ്മൾ പെണ്ണുങ്ങൾ തട്ടിക്കൊട്ടണ മാതിരി ആവില്ലല്ലോ. അപ്പോൾ അതിന് തട്ടിക്കൊട്ടാനും ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കറുവത്തൻ്റെ ഉപ്പേരി വെച്ചിങ്ങാണ്ടേ കുറച്ച് ചോറുകൊണ്ട് വെച്ചാൽ നമ്മളെ കൊണ്ടൊന്നും കൂടുതൽ എടുക്കാനൊന്നും കഴിയൂല. കുറേശ്ശെ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ള കറിക്ക് കുറച്ച് ഉപ്പേരി കൊണ്ട് വെച്ചിങ്ങാണ്ട് ആ കറി ഉപ്പേരി ഇന്ന് അങ്ങനെ കുറേശ്ശെ എടുക്കട്ടെ. ഒന്നായിട്ട് എടുക്കാനും വെച്ച ഒക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് വല്ല പൊടിയും തട്ടാൻ പറ്റൂലേ. അതാണ് ഇപ്പോൾ വലിയ പ്രശ്നം. അപ്പോൾ ഇതാണ്ട് അരിയട്ടെ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. ഇത് നമ്മളൊക്കെ വെക്കണ കൂട്ടാനാണ്. പപ്പാളിക്കായി ഇവിടെ പായം തിന്നാനേ അറിയുള്ളൂ. പപ്പാളിക്കായി പൊരിയലാണ് മക്കളെ. പപ്പാളിക്കായ് പൊരിയൽ പണ്ണ സൂപ്പറാണ് സാപ്പിടത്തേക്ക്. ഏതും തേവല്ല. കൊഞ്ചം ഉപ്പും 2 പച്ചമുളകും കുറച്ച് കടുവും കറിവേപ്പില്ലേ, അത് മാത്രം മതി. കടുവറുത്ത് തളിച്ചിട്ട് അങ്ങനെ അയക്കണ്ടിട്ടാണ്ട് ആവിയിലാണ്ട് വേവിച്ചാൽ മതി. അങ്ങനെ മൂടി വെച്ചങ്ങാണ്ട് നല്ലോണം വേവും. നമുക്കൊക്കെ അത് മാത്രം കുഴച്ച് ചോറുന്നാനും ഇഷ്ടമാണ്. சாப்பிட்றதுக்கு இந்த பொரியல் மட்டும் போதும் നമുക്ക്. ഇങ്ങെല്ലാം എപ്പോഴാണാലും ഒരു സാലന വേണം, ഒരു കറി. സാലന എന്ന് പറഞ്ഞാൽ ഒരു കറി എന്തെങ്കിലും വേണം. നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഇന്ന തന്നെ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മളെ നാട്ടിലത്തെ മാതിരി എപ്പോഴും ഇറച്ചി മീനൊന്നും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴേലൊക്കെ ഇറച്ചി വാങ്ങുള്ളൂ. കാരണം എപ്പോഴേലും എന്ന് പറഞ്ഞാൽ പുതിയാപ്പിളക്കാർക്ക് ഒഴിവുണ്ടാകുമ്പോൾ എല്ലായിടത്തു നിന്നൊന്നും നമ്മളെ നാട്ടിലത്തെ മാതിരി ഇറച്ചി വാങ്ങി തിന്നാൻ പറ്റൂലേ. ഇവിടെ എല്ലാവരും ഇറക്കും, നമ്മളെ ആൾക്കാരും മറ്റുള്ളവരൊക്കെ ഇറക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറക്കാൻ പറ്റൂല. പിന്നെ നമ്മളെ കിച്ചണിൽ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയ കിച്ചനാണ്, സെൽഫൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ഉള്ളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ്ട്. അപ്പോൾ അതാണ് കടുവറുത്തുങ്ങാണ്ടേ അതങ്ങോട്ട് വേവിച്ചാൽ വെക്കട്ടെ. ഹാളിലും റൂമിലൊക്കെ ആകെ വലിച്ചിട്ടിക്കണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചേരി എടുത്ത് വെക്കും വേണം. ഇതിന് വേവിച്ചിട്ടാണ് ചോറ് വെക്കണമെങ്കിൽ. ചോറാക്കും പോലെ വെക്കുള്ളൂ കേട്ടോ. രാവിലത്തെ ചായയും കടിയും കഴിഞ്ഞാൽ പിന്നെ ചോറ് ഞാൻ ഉച്ചയാകുമ്പോൾ വൈകുന്നേരത്തിന് ഒന്നായിട്ട് വെക്കാമെന്ന് കരുതിയാണ്ട് നേരം വൈകിട്ടേ വെക്കുള്ളൂ. കാരണം ഇവിടുത്തെ അരിയും ഇവിടുത്തെ വെള്ളവും ഒന്നും നേരത്തെ വെച്ചേക്കാൻ പറ്റൂല. വെച്ചാൽ പിന്നെ രാവിലെ നമ്മൾ അഥവാ രാവിലെ അത്യാവശ്യമായിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് അതിൽ കുറച്ച് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലേ അതിക്ക് പിന്നെ കറിയൊന്നും വേണ്ട, അതങ്ങനെ വാരത്തുന്ന വെള്ളം വിടണതാണ് ചോറ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ട് ഒരു മണിക്കൊക്കെ ചോറ് വെക്കുള്ളൂ. അതൊക്കെ ഞാനൊരിക്കൽ വീഡിയോ എടുക്കുന്നുണ്ട്.
ഇപ്പം ഞാൻ എല്ലാ തിരക്കും പണിയും എല്ലാം കൂടിയാണ് വന്നുങ്ങാണ്ട് ആദ്യം ഒന്ന് അടിച്ചുങ്ങാണ്ട് ബെഡ്ഷീറ്റ് ഇതൊക്കെ മാറ്റി റൂമൊക്കെ അടിച്ചേരി തുടച്ചിട്ടുങ്ങാണ്ടേ പിന്നുള്ളു വേറെയുള്ള പണിക്ക് നിൽക്കുക. ഇതാണ്ട് കട എടുത്തുങ്ങാണ്ടേ അത് കണ്ടെടുത്ത കറുത്തം അരിഞ്ഞ് വെച്ചത്. പച്ചമുളകും ഞാൻ അതിൻ്റെ ഒപ്പം അരിഞ്ഞിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് തേങ്ങയൊക്കെ ചിരണ്ടിട്ടാൽ ടേസ്റ്റാണ്. ഇവിടെ അമ്മക്ക് പറ്റൂല, നെഞ്ഞു കീറുന്നറിയും. അപ്പോൾ ഇങ്ങനെ തിന്നാണെങ്കിൽ ആർക്കും ഒരു കേടുമില്ലല്ലോ. പൊടി ഇതൊക്കെ തട്ടിയിട്ട് മക്കളെ തുമ്പലും പനിയൊക്കെ വരുന്നുണ്ട്. കുളുക കുടിച്ചിക്കണം, അല്ല അപ്പോൾ വേറെ വജ്ജില്ല. അപ്പം ഇതങ്ങനെ മൂടിയൊക്കെട്ടെ. അതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ടിട്ടോ, ഞാനത് പറയാൻ മറന്നേക്കണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കറുത്തപ്പേരി, കറുത്ത പയർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കൂട്ടാൻ. എന്തേലും ഒരു ഉപ്പേരി മതി. ഉപ്പ് ഇതാട്ടോ, അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഒരു മാണിത്തട്ടുണ്ടായിരുന്നു പൊന്നാര മക്കളെ, അതിമൊന്നും ഒന്നും കിട്ടിയില്ല. അതിൻ്റെതാണ് ആ മൂലൊക്കെ ഒരു ചെറിയ പാത്രത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ടിക്കണത്. അത് നോക്കുമ്പോൾ അത് പറ്റൊക്കെ കിടന്നിക്കണ്. അപ്പോൾ അതങ്ങ് കളയുക. അതിക്ക് നമ്മളെ നാട്ടിൽ വെക്കണ മാതിരി അല്ല കേട്ടോ മാണിത്തട്ട വെക്കുക. ഇവിടെ അതിക്ക് കുറച്ച് മുരിങ്ങയൊക്കെ ഊരിയിട്ടും കണ്ടാണ് വെക്കുക. അപ്പോൾ അത് വെച്ചാൽ ഒരാൾക്കും കൂടി തിന്നാണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടില്ല. എല്ലത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് നോക്കിയപ്പോൾ അത് നന്നല്ലേനു. അപ്പം അത് വേണ്ട, ഇതാക്കാൻ നിർത്തി. അപ്പം നോക്കണം നിങ്ങൾ, നല്ലോണം വെന്തിക്കണം കേട്ടോ. എന്നും പറയണ മാതിരി തന്നെ മക്കളെ, നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതിവിടെ വെന്ത് ഓഫാക്കാനയക്കണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ അമ്മയൊന്നും ഇത് തിന്ന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അമ്മക്ക് കുറച്ച് കൊണ്ടുപോയി കൊടുക്കട്ടെ, തിന്ന് നോക്കിയിട്ട് എന്താ പറയണമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.